ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. السلام عليكم ورحمة الله وبركاته. نحمدك يا منان يا ذا الجلال والإكرام على نعمة الإيمان والقرآن والحمد لله الذي علم القرآن خلق الإنسان علمه البيان. فيا عباد الله أوصيكم ونفسي بتقوى الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലേന്തി ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ്റെ സൂറത്തു സജദ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെയായി വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 12 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ആയത്തുകൾ മുകളിൽ ഓതി കേൾപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഏറ്റെടുക്കും എന്നാണ് കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചത്. 12-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. വലൗ തറാ, നീ കണ്ടിരുന്നെങ്കിൽ, ഇതിൽ മുജ്രിമൂന, കുറ്റവാളികളായിരിക്കുന്ന സന്ദർഭം, നാകിസൂ റൂസിഹിം, തങ്ങളുടെ തലകൾ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ, ഇൻദ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സ്വർന, ഞങ്ങൾ കണ്ടു, വസമിഅന, ഞങ്ങൾ കേൾക്കുകയും ചെയ്തു, ഫർജിഅന, ആകയാൽ ഞങ്ങളെ മടക്കി തരണമേ, നഅമൽ, ഞങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം, സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, മൂക്കിനൂൻ, ഉറച്ചവരാണ്, അഥവാ ദൃഢവിശ്വാസികളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്, ആ കുറ്റവാളികളായ ആളുകൾ അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ തങ്ങളുടെ തലകൾ കുത്തനെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ നീ കാണുന്ന പക്ഷം അതൊരു വല്ലാത്ത കാഴ്ചയാണ്. അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ നേരിൽ കാണുകയും ഞങ്ങൾ നേരിൽ കേൾക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞങ്ങളെ ഒന്ന് മടക്കി ഈ ദുനിയാവിലേക്ക് അയക്കണമേ. ഞങ്ങൾ തീർച്ചയായും സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളാം. നിശ്ചയമായും ഇപ്പോൾ ഞങ്ങൾ ദൃഢമായി വിശ്വസിച്ചവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, നിങ്ങൾ മുന്നായത്തുകളിൽ പറഞ്ഞതുപോലെ പുനരുദ്ധാനത്തെ നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്ന മഹാപാവികളായ, ധിക്കാരികളായ, ദുനിയാവിൽ അല്ലാഹുവിനെ മറന്ന് ദുനിയാവിൻ്റെ ഈ ലോകത്ത് മതിമറന്ന് ജീവിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവർണ്ണനീയമായ ഭയവിഹ്വലതയുടെയും പേടിച്ചരണ്ടു പോകുന്ന, കണ്ണുകൾ അഞ്ചിപ്പോകുന്ന ആ ഒരു ലോകത്തിൻ്റെ ഭയാനകത കാണുമ്പോൾ അവരുടെ മനസ്സുകളിലേക്ക് വരുന്ന വ്യസനവും അധികമായിട്ടുള്ള അവരുടെ നാണക്കേടുമൊക്കെ കാരണമാണ് അവർക്കൊന്ന് തലതുയർത്തി റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ പോലും സാധിക്കാത്ത വിധം അള്ളാഹുവിൻ്റെ മുന്നിൽ തല താഴ്ത്തി
അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന സന്ദർഭത്തിൻ്റെ ഗൗരവമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകി, അതൊക്കെ സത്യമായിരുന്നു, പക്ഷെ അത് അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. ആ സമയത്തൊക്കെ പല ചോദ്യങ്ങളും പരിഹാസങ്ങളുമൊക്കെയായി അവർ മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ റൂഹിനെയൊക്കെ ഏറ്റെടുത്ത് പരലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. ആ വരുന്ന വരക്കവും അവരുടെ നിരാശയും അവരുടെ വേദനയുമൊക്കെ അള്ളാഹു വളരെ കൃത്യമായിട്ടാണ് ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൻ്റെ അതിഭയങ്കരവും ഹൃദയസ്പർശിയുമായ രംഗത്തെ അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് കൂടുതൽ ചിന്തിക്കാനും വിചിന്തനം നടത്താനും വേണ്ടി ബോധ്യപ്പെടുത്തി നൽകുകയാണ് എന്ന് കാണാൻ സാധിക്കും. മരണത്തെക്കുറിച്ചും പുനർജീവിതത്തെക്കുറിച്ചും അവിശ്വാസികൾ ഉന്നയിക്കുന്ന സംശയങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഞങ്ങൾ മണ്ണിൽ ലയിച്ചു ചേർന്നതിന് ശേഷം വീണ്ടും സൃഷ്ടിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് മുന്നായത്തുകളിൽ ആ അവിശ്വാസികൾ ചോദിച്ചത്. അവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ആ സത്യം അള്ളാഹു അവർക്ക് പ്രകടമാക്കി കൊടുക്കുകയാണ്. നേരിട്ട് അവർ കാണുകയാണ്, കേൾക്കുകയാണ്. അപ്പോഴവരുടെ അവസ്ഥയാണ് അള്ളാഹു ഇതിലൂടെ വിശദീകരിക്കുന്നത്. കുറ്റബോധം കാരണം അങ്ങേയറ്റം അപമാനിതരായിട്ടാണ് നാളെ പരലോകത്തേക്ക് ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ദുനിയാവിൽ അഹങ്കാരത്തോടുകൂടി തലയുയർത്തി നടന്നവർ തങ്ങളുടെ രക്ഷിതാവിൻ്റെ മുന്നിൽ ഒന്ന് തലകുനിക്കാൻ നിസ്സഹായരായി, ഒന്ന് സുജൂദ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ, അതിന് ശ്രമിക്കാത്തതിൻ്റെ പേരിൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ തലയുയർത്താൻ കഴിയാത്ത ഒരവസ്ഥ അവർക്കുണ്ടാകും. അപ്പോൾ അവർ പറയാണ്, അബ്സർന വസ്മിഅന, ഞങ്ങൾ കാണുകയുണ്ടായി, ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരിക്കുകയാണ്. അല്ലേ? വളരെ ശ്രദ്ധേയമായൊരു കാര്യം, ദുനിയാവിൽ വെച്ച് പ്രവാചകന്മാർ പറഞ്ഞു കൊടുത്ത സത്യങ്ങൾ അത് കേൾക്കാനോ ദൃഷ്ടാന്തങ്ങൾ കണ്ടു മനസ്സിലാക്കാനോ തയ്യാറാകാതെ നടന്ന ആളുകൾ പരലോകത്ത് വെച്ച് അവരുടെ കണ്ണും കാതുമൊക്കെ കൃത്യമായി പണിയെടുക്കുകയാണ്. ആ കണ്ണുകൊണ്ട് അവർ കാണുകയാണ്, ആ കാഴ്ചക്ക് ദൃഷ്ടിക്ക് മൂർച്ച കൂടുകയാണ്. അവർ കേൾക്കുന്ന കാര്യങ്ങൾ അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് വളരെ വൈകിയ ആ വേളയിലെ കുറ്റസമ്മതം അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ നടത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷേ ആ തിരിച്ചറിവ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകില്ല, പിന്നീടൊരു മടക്കവരമില്ല, ഒറ്റ അവസരമേ മനുഷ്യനുള്ളൂ എന്ന ഗൗരവപരമായ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമ്മൾ ഉണർത്തുകയാണ്. വൈകാരികമായൊരു വേളയിലെ വല്ലാത്തൊരു കുറ്റസമ്മതമാണ് അള്ളാഹുവിൻ്റെ മുന്നിലെ ആളുകൾ നടത്തുന്നത്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞു, കേട്ടു കഴിഞ്ഞു, ഞങ്ങളെ വീണ്ടും ദുനിയാവിലേക്കൊന്ന് മടക്കി അയക്കൂ, ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ദുനിയാവിൽ ചെയ്യാതെ പോയതൊക്കെ ഇനി ചെയ്തു കൊള്ളാം എന്നാണ് അവർ പറയുന്നത്. അള്ളാഹു നമ്മൾ നോക്കും, 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, സത്യം ബോധ്യപ്പെടുന്ന കാര്യം. പരലോകം എന്നത് അദൃശ്യമായൊരു ലോകമാണ്, ഗൈബിയായ വിഷയമാണ്. അത് അവിടെ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് സ്വീകരിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പം പിന്നെ അതിനർത്ഥമില്ല ആ വിശ്വാസത്തിന്. പരലോകം എന്നത് അദൃശ്യമായ ലോകത്തെ കണ്ട് ബോധ്യപ്പെടുന്നതിന് മുമ്പ് അദൃശ്യമായി വിശ്വസിക്കുക എന്നതാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള മാർഗം. അതാണ് വിശ്വാസം, അതിനാണ് വിശ്വാസത്തിൻ്റെ മഹത്വം. സഹോദരങ്ങളെ, കർമ്മങ്ങളുടെ പ്രാധാന്യം, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ഇനി ചെയ്തു കൊള്ളാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പരലോകത്ത് രക്ഷപ്പെടാൻ കേവലം അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. ആ അറിവ് കൊണ്ട് ഭൂമിയിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ ഈ സമയത്ത് നമുക്ക് സാധ്യമാകണം. അവർ വീണ്ടും പറയുന്നത്, ഞങ്ങൾ മുക്കിനൂൻ, ഞങ്ങൾ തീർച്ചയായും ദൃഢവിശ്വാസികളാകുന്നു എന്നാണ്. അതെല്ലാം കണ്ടിട്ട് ദൃഢവിശ്വാസികളായിട്ട് കാര്യമില്ല. വൈബിയായ അദൃശ്യമായ ആ ഒരു ലോകത്തെ വിശ്വസിക്കുകയും ഇവിടുന്ന് തന്നെ റബ്ബിൽ ദൃഢവിശ്വാസികളായി തീരുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളുടെ അഥവാ അവരുടെ പ്രാധാന്യത്തെ നമ്മൾ ഖുർആനിൽ കൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദുനിയാവിൽ സംശയിച്ചു നിന്നവർ അവിടെ പരിപൂർണ വിശ്വാസികളായി മാറുന്നു. പക്ഷേ അതുകൊണ്ട് അവിടെ ഒരു പ്രയോജനമില്ല. സാധാരണ നമ്മൾ ഉദാഹരണം പറയാറുണ്ട്, കോടതിയിൽ ഒന്നും പറയാതെ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വിധി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ന്യായീകരണങ്ങളും ന്യായങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ. അതുപോലെ തന്നെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് പരീക്ഷ ഒന്നും എഴുതാതെ പഠിക്കാതിരുന്നിട്ട് എല്ലാം കഴിഞ്ഞ് പരാജയപ്പെടുമ്പോൾ പിന്നെ പരീക്ഷയുടെ ഉത്തരങ്ങൾ പറഞ്ഞതുകൊണ്ടോ എഴുതിയതുകൊണ്ടോ ആ പരീക്ഷയ്ക്ക് അവന് വിജയം ലഭിക്കില്ല എന്ന് പറയുന്നത് പോലെ, എല്ലാം കഴിഞ്ഞ് പരലോകത്തെത്തിയിട്ട് ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ വളരെ പ്രധാനമായും വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പരിശുദ്ധ ഖുർആനിൽ മറ്റ് ധാരാളം സ്ഥലങ്ങളിൽ ഇതേ പ്രയോഗം നമുക്ക് കാണാം. ഈ ആയത്തിൽ 12-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ മറ്റ് ചില ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ആളുകൾ ഇതേ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൽ മുഅ്മിനൂനിൽ
നമുക്ക് 99-100 ആയത്തുകളിലൊക്കെ കാണാം. ഹത്താ ഇദാ ജാഅഹദഹുമുൽ മൗത്ത്, മരണം അവരുടെ മുന്നിൽ വരുമ്പോൾ അവർ പറയും, ഖാല റബ്ബിർജിഊനി, അല്ലാഹുവേ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തിയിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. ആയുസ് മുഴുവനും അനാവശ്യ കാര്യങ്ങൾക്കായി ചെലവഴിക്കുകയും മരണസമയത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്കൊരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിച്ചു തരൂ, ഞങ്ങളങ്ങ് നന്നായിക്കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു വാക്ക് പല ആളുകളും പറയും, ഈ അവിശ്വാസികളൊക്കെ പറയും എന്നതാണ് അള്ളാഹു മുൻകൂട്ടി നമ്മളെ അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ വേദിയായ ഈ ലോകത്ത് പ്രവർത്തിക്കുകയും ദാറുൽ അമലിൻ്റെ ലോകത്ത് പ്രവർത്തിക്കുകയും എന്നാൽ ദാറുൽ ജസാ പ്രതിഫലത്തിൻ്റെ ലോകത്ത് അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. സമയത്തിൻ്റെ വില ഓരോ നിമിഷവും നമുക്ക് തിരിച്ചു കിട്ടാത്ത ഒന്നാണെന്നും മരണം എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാമെന്നും ഈ ആയത്തുകൾ വളരെ പ്രധാനമായും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ നിലയ്ക്ക് ആ ആയത്തിനെ മനസ്സിലാക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ 13-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, കഴിഞ്ഞ ആയത്തിൽ അവിശ്വാസികളായ ആളുകൾ പരലോകത്ത് വരുന്ന ഒരു കാര്യമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്, തല താഴ്ത്തിയിട്ടാണ് വരിക. 13-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. അള്ളാഹു പറഞ്ഞു, വലൗ ശിഅ്നാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലആതൈനാ നാം അവർക്ക് നൽകുമായിരുന്നു, കുല്ല നഫ്സിൻ എല്ലാ ദേഹത്തിനും എല്ലാ ആളുകൾക്കും എല്ലാ ആത്മാവിനും, ഹുദാഹ അതിന് നേർമാർഗം അള്ളാഹു കാണിച്ചു കൊടുക്കുമായിരുന്നു. വലാക്കിൻ പക്ഷേ എങ്കിലും, ഹക്ക സ്ഥിരപ്പെട്ടു യാഥാർത്ഥ്യമായിരിക്കുന്നു, അൽ ഖൗലു വാക്ക് വചനം, മിന്നി എൻ്റെ പക്കൽ നിന്നുള്ള, ലഅംലഅന്ന നിശ്ചയമായും ഞാൻ നിറയ്ക്കും, ജഹന്നമ നരകത്തെ, മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും ജിന്നുകളാലും, വന്നാസി മനുഷ്യരിൽ നിന്നും, അജ്മഈൻ എല്ലാം തന്നെ. അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ മനുഷ്യനും ഓരോ ആത്മാവിനും ഓരോ ദേഹത്തിനും അതിന് നേർമാർഗം അള്ളാഹു നൽകുമായിരുന്നു. ലോകത്തുള്ള എല്ലാവരെയും വിശ്വാസികളാക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. പക്ഷേ എന്നിൽ നിന്ന് വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം നരകത്തിന് നിശ്ചയമായും നിറയ്ക്കുന്നതാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരാൾ പോലും ദുർമാർഗത്തിൽ അകപ്പെടാതെ എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഇപ്പോൾ മലക്കുകളെപ്പോലെ, മലക്കുകളെല്ലാം അള്ളാഹുവിനെ സദാസമയം അള്ളാഹുവിനെ ധിക്കരിക്കാതെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുപോലെ മനുഷ്യരെല്ലാം ആക്കാൻ, ജിന്നുകളെല്ലാം ആക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷേ അള്ളാഹു ഇതൊരു പരീക്ഷണമാണ്, ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഒരു പരീക്ഷ നടത്തിയാൽ അതിൽ വിജയിക്കാരാണ്, പരീക്ഷയ്ക്ക് പഠിച്ച് എക്സാം നല്ലോണമൊക്കെ എഴുതിയ വ്യക്തിയെ വിജയിക്കുകയുള്ളൂ. ആ സമയത്ത് അലസമായി അശ്രദ്ധമായി പഠിക്കാതെ നടന്നിട്ട് അവനും എല്ലാവർക്കും ഒരുപോലെ നീതി വിജയിക്കണമെന്ന് പറഞ്ഞാൽ അത് നീതിയല്ലല്ലോ. എന്നതുപോലെ തന്നെ അള്ളാഹു പറയുന്നത്, അള്ളാഹു വിചാരിച്ചാൽ എല്ലാവർക്കും നേർമാർഗം ലഭിക്കും. പക്ഷേ അവൻ നിശ്ചയം അതല്ല. ജിന്നുവർഗത്തിലും മനുഷ്യവർഗത്തിലും ആവശ്യമായ മാർഗദർശനങ്ങൾ അള്ളാഹു നൽകും അവരവരുടെ ഹിതമനുസരിച്ച്. പക്ഷേ പ്രവർത്തിക്കുന്നത് മനുഷ്യനാണ്. അതിനുള്ളൊരു ഫ്രീ വിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് തീരുമാനിക്കാൻ, നന്മയുണ്ട് തിന്മയുണ്ട്, അത് തീരുമാനിക്കേണ്ടവർ അവരവർ തന്നെയാണ്. ആരെങ്കിലും വഴികേടിലായി പോയാൽ അത് അവരവർ കാരണം തന്നെയാണ്. ഒരാൾ നന്നാവാൻ സ്വയം തീരുമാനിച്ചാലാണ് അള്ളാഹു അവനെ നന്നാക്കുക എന്ന കാര്യവും കൂടി അള്ളാഹു ഇവിടെ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവരവരുടെ ഹിതമനുസരിച്ച് നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും നൽകിയിരിക്കുകയാണ് അള്ളാഹു ചെയ്തത്. അതുകൊണ്ട് തന്നെ ദുർമാർഗികളെ നരകത്തിലിട്ട് ശിക്ഷിക്കുമെന്നും അത്തരം താക്കീതുകൾ അള്ളാഹു പരിശുദ്ധ ഖുർആൻ ധാരാളമായി നൽകിയത് സൂറത്ത് ശൂറായിൻ്റെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യപിതാവായ ആദം നബി അലൈഹി സ്വലാം നബിക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്തു? ധിക്കരിച്ചു. അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയനാകുകയും ആ അവസരത്തിൽ ഖേദിച്ചു മടങ്ങുന്നതിന് പകരം ഇബ്ലീസ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ സന്താനങ്ങളെ, മനുഷ്യരെ വഴിപിഴപ്പിക്കുമെന്ന ശപഥം എടുത്തുകൊണ്ടാണ് അല്ലേ, അവർ എല്ലാ വഴിയിലും പതിയിരുന്നു കൊണ്ട് മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും എന്നാണ് ഇബ്ലീസ് പറഞ്ഞതായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിയിൽ, ആ കെണിയിൽ പെട്ടുപോകുന്ന ആളുകൾ, അവരെക്കുറിച്ചാണ് പറഞ്ഞാൽ അംലഅന്ന ജഹന്നമ മിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ.
എന്ന് സൂറത്തു സാദിൽ 85-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. നിന്നെക്കൊണ്ടും അവരിൽ നിന്നും നിന്നെ പിൻപറ്റിയവരെ കൊണ്ടുമെല്ലാം നിശ്ചയമായും നാം നരകം നിറയ്ക്കുന്നതാണ്. അതേ ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും ഈ സ്ഥലത്ത് സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യന് ഹിദായത്ത്, സന്മാർഗം, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ വ്യക്തികൾക്കും അത് സന്മാർഗം അള്ളാഹു നൽകുമെന്നും, എന്നാൽ അവരവർക്ക് അവരവരുടെ സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അവരവരാണ് തിന്മകളിലേക്ക് പോകാനും നന്മകളിലേക്ക് പോകാനുമൊക്കെ കാരണക്കാരായിട്ടുള്ളത് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തി. അത് അള്ളാഹുവിൻ്റെ നീതിയും വാഗ്ദാനവുമാണ്. എന്നാൽ എല്ലാ അറിയുന്ന റബ്ബ് പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പല ആളുകളും വഴികേടിലൂടെ തന്നെയാണ് സഞ്ചരിക്കുക. പിശാചിൻ്റെ ആ മാർഗത്തിലാണ്. ഖുതുവാത്തി ശൈത്വാൻ, പിശാചിൻ്റെ കാൽപ്പാടുകളെ പിൻപറ്റിയിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കൊണ്ട് നരകം നിറയ്ക്കുമെന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊരു അള്ളാഹുവിൻ്റെ ഭീഷണിയല്ല, മറിച്ച് അള്ളാഹു നീതി നടപ്പാക്കും. കാരണം സന്മാർഗം കൊടുത്തിട്ടും ബുദ്ധിയും അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ നൽകിയിട്ടും അത് ബോധപൂർവം തള്ളിക്കളയുന്നവർക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ ജഹന്നം എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തിന്മ തിരഞ്ഞെടുക്കുന്നവർക്ക് അർഹമായ ശിക്ഷ നൽകുക എന്നത് അള്ളാഹു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനം അവൻ ഒരിക്കലും ലംഘിക്കുകയില്ല എന്നതാണ്. അത് കൂടുതൽ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജിന്നുകളും മനുഷ്യരും ശിക്ഷയുടെ കാര്യത്തിൽ ജിന്നുകളെയും മനുഷ്യരെയും ഒരുപോലെയാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നതായി നമുക്ക് കാണുന്നത്. ഈ രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമാണ് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേചന ബുദ്ധി അള്ളാഹു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിചാരണയും ശിക്ഷയും ഈ രണ്ട് കൂട്ടർക്കുമുണ്ട് എന്നതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം നിർബന്ധിത വിശ്വാസമല്ല ആവശ്യം. അള്ളാഹു നമ്മുടെ ഇബാദത്ത്, ആരാധനകൾക്ക് അള്ളാഹുവിന് ആവശ്യമില്ല. നാം സ്വയം സന്മാർഗം തിരഞ്ഞെടുത്ത് അവനിലേക്ക് വരണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. കാണാത്ത കാര്യങ്ങളിൽ വിശ്വസിക്കുക, ഗൈബിയായ ലോകത്തെ വിശ്വസിക്കുക, പരലോകത്തെ ശിക്ഷ മനസ്സിലാക്കി ഉത്തരവാദിത്വത്തോടു കൂടി ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് സന്മാർഗം തന്നെ അള്ളാഹുവിന് യാതൊരു പ്രയാസമില്ല. എന്നാൽ അതിന് അങ്ങനെ നൽകിയാൽ അതിനൊരു പരീക്ഷണമില്ല, അതൊരു പരീക്ഷയല്ല. പരീക്ഷണം എന്ന നിലയിൽ മനുഷ്യന് നൽകപ്പെട്ട സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് അവൻ പരിശോധിക്കുക തന്നെ ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വചനം 14-ാമത്തെ ആയത്താണ്. ഫദൂഖു ബിമാ നസീതും ലിഖാഅ യൗമിക്കും ഹാദാ ഇന്നാ നസീനാകും വദൂഖു അദാബൽ ഖുൽദി ബിമാ കുന്തും തഅമലൂൻ. ഫദൂഖു, അതുകൊണ്ട് തന്നെ ആസ്വദിക്കുവിൻ, ബിമാ നസീതും, നിങ്ങൾ വിസ്മരിച്ചതുകൊണ്ട്, ലിഖാഅ യൗമിക്കും, നിങ്ങളുടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ, ഹാദാ, ഈ ഇന്ന, നിശ്ചയമായും നാം, നസീനാക്കും, നാം നിങ്ങളെ വിസ്മരിച്ചിരിക്കുന്നു, വദൂഖു, ആസ്വദിക്കുകയും ചെയ്യുവിൻ, അദാബൽ ഖുൽദി, ശാശ്വതമായ ശിക്ഷ, ബിമാ കുന്തും, നിങ്ങളായിരുന്നതുകൊണ്ട്, തഅമലൂൻ, പ്രവർത്തിച്ചിരുന്നതുകൊണ്ട്. അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ഈ ദിവസത്തെ കണ്ടുമുട്ടത് തന്നെ നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞതുകൊണ്ട്, പരലോകത്തിൻ്റെ ശിക്ഷയെയും പരലോകത്തെയും വിസ്മരിക്കുകയും മറന്നു കളയുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾ ഈ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. നിശ്ചയമായും നിങ്ങളെ നാമും വിസ്മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടതിൻ്റെ ഫലമായി ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആളുകൾ ഹാജരാക്കപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ സത്യനിഷേധികളായ ആളുകൾ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ഇവിടുത്തെ അലങ്കാരത്തിൻ്റെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. അങ്ങനെ വ്യാജമാക്കി അവഗണിച്ചതുകൊണ്ട് അള്ളാഹു അവരോടുള്ള അവഗണനയാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അവരെയും അള്ളാഹു അവഗണിക്കും. എന്നിട്ട് അവർക്ക് ശാശ്വതമായ ശിക്ഷ അള്ളാഹു അവർക്ക് അനുഭവിക്കും. ഒരു രക്ഷയും അവിടെ, സഹായിയും ഒരു വലിയും അവിടെ ഉണ്ടാവുകയില്ല. സത്യനിഷേധികളെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം ഇനിയുള്ള വചനങ്ങൾ സത്യവിശ്വാസികളെക്കുറിച്ചാണ് തുടർന്നുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ മറന്നതിന് പകരമായി, അല്ലാഹു ഈ ആയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മറന്നതിന് പകരമായി ഇതനുഭവിച്ചു കൊള്ളുക എന്നതാണ്. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധപൂർവമായ അവഗണനയെക്കുറിച്ചാണ്, മറവിയെക്കുറിച്ചല്ലല്ലേ പറയുന്നത്. നസിയ എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി നിങ്ങൾ മറന്നു കളഞ്ഞ കാര്യം. അതാണ് അള്ളാഹു ഈ ആയത്തിൽ നസീത്തും എന്ന് പറഞ്ഞത്. നിങ്ങൾ വിസ്മരിച്ചതിനാൽ നസീനാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാധാരണ മനുഷ്യന് സംഭവിക്കുന്ന മറവിയല്ല,
മറിച്ച് ബോധപൂർവമായി അവഗണിച്ച് ജീവിക്കുക. പരലോകത്ത് അള്ളാഹുവിനെ കാണേണ്ടി വരും, വിചാരണ നേരിടേണ്ടി വരും എന്നൊക്കെ അറിയാമെന്നിട്ടും ആ ചിന്തയില്ലാതെ ദുനിയാവിൽ ജീവിക്കുക. ആ മറവിയെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങളെയും അള്ളാഹു മറന്നു കളയുന്നൊരവസ്ഥ എന്നാണ് അള്ളാഹു പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെയും അള്ളാഹു ആ ദിവസം അവഗണിക്കും എന്നാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ശാശ്വതമായ ശിക്ഷ എന്ന് പറഞ്ഞത് വേറൊരു ശിക്ഷയല്ല, മറിച്ച് ശാശ്വതമായ ശിക്ഷ എന്നാൽ അള്ളാഹു വിശേഷിപ്പിച്ചത് 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാകാൻ. ഒന്നാമത് ഒടുങ്ങാത്ത ശിക്ഷ, അതിനവസാനമില്ല, തിരിച്ചുപോക്കില്ലാത്ത അവസ്ഥ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഇനി ഒരിക്കലും മടക്കയാത്ര സാധ്യമല്ല എന്ന രീതിയിലും ആ പ്രയോഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അള്ളാഹു നൽകുന്ന ശിക്ഷ അത് ക്രൂരത കൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ സ്വന്തം കൈകൾ കൊണ്ട് ചെയ്തു കൂട്ടിയ അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട്, അവൻ്റെ പ്രവൃത്തികൾ കൊണ്ട് കാരണമാണ് അള്ളാഹു വീണ്ടും ഈ ശിക്ഷ നിങ്ങൾക്ക് നൽകുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് നമുക്ക് ഈ ആയത്തിൽ നിന്ന് വളരെ പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞ 3 ആയത്തുകൾ, അതിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന വിഷയം മരണത്തെ നിഷേധിക്കുകയും മരണത്തിന് ശേഷമുള്ള ലോകത്തെ നിഷേധിക്കുകയും അവിടുത്തെ വിചാരണ പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഭയവിഹ്വലരായി അപമാനിതരായി അള്ളാഹുവിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുമെന്നും പിന്നീടൊരു മടക്കമില്ലെന്നും അവിടെ നിന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നും, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണമെങ്കിൽ എല്ലാവരെയും ഹിദായത്തിലാക്കാമായിരുന്നു, പക്ഷേ ഇതൊരു പരീക്ഷയാണെന്നും ഇതൊരു പരീക്ഷണത്തിനുള്ള ഇടമാണെന്നും യഥാർത്ഥ പ്രതിഫലത്തിൻ്റെ ലോകം പരലോകമാണെന്നും അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും, അങ്ങനെ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ അവഗണിച്ചതുപോലെ അള്ളാഹു നാളെ പരലോകത്ത് നിങ്ങൾ അവഗണിച്ച് കളയുമെന്നുമാണ് ഈ 3 വചനങ്ങളിൽ അള്ളാഹു സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് അതിൻ്റെ ആശയം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ കൂടുതൽ മനസ്സിലാക്കി പരലോകത്തിന് വേണ്ടി പണിയെടുക്കാനും പരിശ്രമിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മൾ തയ്യാറാവും. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിൻ്റെ ഹിദായത്തിൻ്റെ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.